ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അമിത്ഷാ തീർച്ചയായിട്ടും ഫ്ലോറിനെ അഡ്രസ് ചെയ്യുക തന്നെ വേണം. ഞാൻ അതിൽ എനിക്ക് എന്താ പറയുക, അമിത്ഷാ വരാത്തതിനോട് യോജിപ്പൊന്നുമില്ല. കാരണം അമിത്ഷാ ഫ്ലോറിനെ അഡ്രസ് ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് നേരെ നടന്ന ലാത്തി ചാർജ്, അതില് എന്താ പറയുക, ഈ ആണിയൊക്കെ തറച്ചിട്ടുള്ള ലാത്തി വെച്ചിട്ടാണ് അടിച്ചതെന്നൊരു വാദം കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചില ഇലക്ട്രിക് ഷോക്ക് ബാറ്റൺസ് ഉപയോഗിച്ച് കേൾക്കുന്നുണ്ട്. നേരെ മറുഭാഗത്ത് പോലീസ് കാഷ്വാലിറ്റീസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. 118ഓളം പോലീസ് പേഴ്സണൽസ് ഈ ക്ലാഷിൽ അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പിന്നെ വലിയ എന്താ പറയുക, ഈ എന്താ ഹൈ റാങ്കിങ് ഒഫീഷ്യൽസ്, 2 ACP-മാര്, അങ്ങനെയുള്ള വലിയ റാങ്കിലുള്ള ഒഫീഷ്യൽസിന് പോലും സിവിയർ ആയിട്ടുള്ള ഈ ട്രോമ ഇഞ്ചുറീസ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അഡ്രസ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഫീമെയിൽ ജേർണലിസ്റ്റിന് നേരെ ഈ പറഞ്ഞ പോലെ സമാധാനമായിട്ട് പ്രതിഷേധിക്കുന്നവര് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ വലിയ രീതിയിൽ മൊളസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്നുള്ള ചാർജസ് ഒക്കെ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ്? ഇതിന്റെ ടോട്ടൽ 2 ഭാഗങ്ങൾ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അതിന് പാർലമെന്റിന്റെ ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യുക എന്നതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് ബോത്ത് ഓപ്പോസിഷൻ ആൻഡ് ഗവൺമെന്റ് രണ്ടും എന്താ പറയുക, ഒരു കോപ്പറേറ്റീവ് സ്പിരിറ്റിൽ കാണേണ്ട കാര്യം തന്നെയാണ്. എന്നിട്ട് വേണം ഈ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. പാർലമെന്റിനെ അറിയിക്കുന്നത് പോട്ടെ, ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മാധ്യമങ്ങളോട് അദ്ദേഹത്തിന് പറയാമല്ലോ. അദ്ദേഹം മോദിജിയെ പോലെയല്ല, മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ആളാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന് പറയാമല്ലോ, മിണ്ടുന്നില്ലല്ലോ. അല്ല, അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയാണ് കാണാൻ സാധിക്കുക എന്നുള്ളത് താങ്കൾ ഒരുപക്ഷെ അപേക്ഷിച്ച് നോക്കുക. അപ്പോൾ ഏത് ടൈമിലാണ് കാണുന്നത്, ആ സമയത്ത് അദ്ദേഹം ഉത്തരം പറയുക. അതിനെക്കുറിച്ച് എനിക്കൊരു എന്താ പറയുക, ഒഫീഷ്യൽ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റില്ല. അപ്പോ അദ്ദേഹം എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ, അതിൽ ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള പാർലമെന്റ് ഫ്ലോർ അഡ്രസ് ചെയ്യാത്തതിന് വലിയ രീതിയിൽ അവിടെ കെയോട്ടിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അവിടെ കയറി വന്നിട്ട് ബഹളം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. പാർലമെന്റ് ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് ഓരോ പാർലമെന്റേറിയന്റിനും ഉത്തരവാദിത്തമാണ്. അത് ഓപ്പോസിഷൻ ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ.